നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം ശ്രീലപിള്ള. ഈ അമ്മയുടെ മക്കൾ തമ്മിൽ കലഹിച്ചാൽ എങ്ങനെ ഇരിക്കും? വലിയ വിഷയമൊന്നുമല്ല. അത് ശരിക്കുള്ള ഒരു അമ്മയുടെ മക്കൾ തമ്മിൽ കലഹിച്ചാൽ നാട്ടുകാർക്ക് ഒരു കൗതുകമുണ്ട്. ഇതിപ്പോ കൗതുകമല്ല, ഇത് തെണ്ടി പിരിച്ച് യാചകരെക്കാളും കഷ്ടത്തിൽ ഒരു സ്റ്റേജ് ഷോ പോലും നന്നായി നടത്താൻ അറിയാതെ അതിന്റെ പേരിൽ വിദേശ യാത്രകളും കലഹങ്ങളും പിന്നെ മറ്റ് ഇടപാടുകളും മറ്റ് സ്വർണം പൊട്ടിക്കൽ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് വിവാദങ്ങൾ ഈ അമ്മയുടെ മക്കൾ ചോദിച്ചു വാങ്ങി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ നടി അൻസിബ അമ്മയിൽ നിന്ന് രാജിവെച്ചു. ശരിക്കും ടിനി ടോമിനെതിരെയാണ് അൻസിബ ആരോപണം ഉന്നയിച്ചെങ്കിലും അല്ല, ഞാനാണ് പരാതി കൊടുത്തതെന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി പ്രിയ, പിന്നെ മറ്റു താരങ്ങൾക്കെതിരെ നീന കുറുപ്പ്, അങ്ങനെ വനിതകളെല്ലാം കൂടെ പട നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പലരും പറയുന്നു ഈ വനിത ശ്വേതാമേനൻ അടക്കമുള്ള വനിതകളെ ഭരണം ഏൽപ്പിച്ചത് തെറ്റായിപ്പോയി. കാരണം അതൊരു എല്ലാ മേഖലകളിലും വനിതകൾ തങ്ങളുടെ കഴിവ് തെളിയിക്കുമ്പോൾ ഈ അമ്മയിൽ മാത്രം ഈ വനിതാ താരങ്ങൾ തമ്മിൽ തല്ലും തങ്ങളുടെ കഴിവുകേടുകൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? കേരളത്തിന്റെ ആ നാണക്കേട്, മൊത്തത്തിൽ നാണക്കേടാണ് ഇവരീ കാണിക്കുന്ന ഈ വൃത്തികേടുകൾ. ഇതൊക്കെ ജനം സഹിക്കണോ വേണ്ടിയത് ജനം തീരുമാനിക്കണം. കാരണം ഇവരൊക്കെ ഇപ്പൊ നേരെ ഒരു ചിത്രത്തിൽ അഭിനയിക്കുന്ന പോലുമില്ല. വെറും അമ്മ. ഇവിടെ ജോലി എന്താണ്? അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം. ഇപ്പൊ അൻസിബ പറയുന്നത് അൻസിബയ്ക്കെതിരെ ടിനി ടോം പരാതി കൊടുത്തു. ഒരു യുവതി പരാതി കൊടുത്തു, വ്യാജ പരാതി കൊടുത്തു. അൻസിബ പരാതിപ്പെട്ടു അമ്മയില്. ഇപ്പോൾ ലക്ഷ്മി പ്രിയ പറയുന്നത് ഞാനാണ് കൊടുത്തത്, എനിക്കൊരു മെസ്സേജ് അയച്ചു, ഞാൻ തിരിച്ചു വിളിച്ച് കിട്ടിയില്ല. അതൊക്കെ വളരെ ചീപ്പായിട്ടുള്ളത്. നമുക്കൊന്നും ചർച്ച ചെയ്യേണ്ട പോലും വിഷയമല്ല. ഇത് നമുക്ക് ചർച്ച ചെയ്യേണ്ട വിഷയമല്ല. കാരണം അവരുടെ തൊഴുത്തിൽ കൂത്താണ്. അവരവിടെ കിടന്ന് അമ്മ എന്നുള്ള കച്ചവട സ്ഥാപനത്തിൽ കിടന്ന് അമ്മ എന്ന തുണിക്കടയിൽ കിടന്ന ഒരു അടി ഉണ്ടായിക്കോട്ടെ. അവിടെ ചുരിദാറിന്റെയും സാരിയുടെയും നിറം മങ്ങിപ്പോയി എന്നൊക്കെ അടിയുണ്ട്. പക്ഷെ അതല്ല വിഷയം. പിരിവ് നടത്തുന്നു. ശരി, ഇവരൊരു പണ്ട് നടൻ ദിലീപൊക്കെ ചെയ്തതുപോലെ 2020 സിനിമ പോലെ ഒരു കൂട്ടായ ഒരു സംരംഭം ഉണ്ടാക്കി അമ്മയുടെ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് കണ്ടെത്തുന്നത് നല്ല കാര്യം. പക്ഷെ എന്താണ് അവർ ചെയ്തത്? വെണ്ണലയിൽ അതടക്കം. അപ്പൊ എത്ര ക്ഷേത്രങ്ങളിൽ നിന്ന് ഇവർ പണം വാങ്ങിക്കാണ്? അതിന്റെ ഒരു വിശദാംശങ്ങളൊന്ന് പറയാമോ? അതായത് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത് വലിയൊരു തർക്കം അമ്മ ഭാരവാഹികൾ തമ്മിലുണ്ടാകുന്നു. ആ ഭാരവാഹികൾ തമ്മിൽ തർക്കം ഉണ്ടാകുമ്പോഴാണ് അൻസിബ ഒരു പ്രധാനപ്പെട്ട കൺസേൺ പുറത്തു പറയുന്നു. ഒരു മതസ്ഥാപനത്തിൽ നിന്നും പണം വാങ്ങിയിട്ടുണ്ട്. ആ മതസ്ഥാപനത്തിൽ നിന്ന് പണം വാങ്ങിയതുമായി ബന്ധപ്പെട്ട് താൻ പറഞ്ഞു ഒരു മതസ്ഥാപനത്തിൻ്റെയും പണം വാങ്ങരുത് എന്ന് പറഞ്ഞു എന്ന് അൻസിബ പറയുന്നു. അതിനുശേഷമാണ് അൻസിബയ്ക്കെതിരെ പരാതി വരികയും അൻസിബയെ ജിഹാദി എന്ന് വിളിക്കുകയും ചെയ്തു എന്നുള്ള ആരോപണങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് വെണ്ണല മഹാദേവ ക്ഷേത്രം, ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വിവാദം ഉയരുന്നത്. ഒരു ക്ഷേത്രത്തിൽ ആ ക്ഷേത്രം ഭാരവാഹികൾ 75 ലക്ഷം രൂപ സ്പോൺസർഷിപ്പിനായി അമ്മയ്ക്ക് നൽകി എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഞാൻ ചോദിക്കുന്നത്, കോടിക്കണക്കിന് രൂപ വരുമാനമുള്ള നടന്മാരും നടിമാരും, അവർക്കൊരു മിക്കവാറും നടന്മാർക്കും നടിമാർക്കും എല്ലാം ഏതെങ്കിലും രീതിയിൽ ഒന്നുകിൽ ഏതെങ്കിലും സ്റ്റേജ് ഷോ, അല്ലെങ്കിൽ ഏതെങ്കിലും പരസ്യങ്ങൾ, ഏതെങ്കിലും തരത്തിലുള്ള സിനിമ, അങ്ങനെ സിനിമയില്ലാത്തവർക്കും ഏതെങ്കിലും പരസ്യമോ ഏതെങ്കിലും സ്റ്റേജ് ഷോകളോ പ്രോഗ്രാമുകളോ ഒക്കെ കാണും. അങ്ങനെ ഉദ്ഘാടനങ്ങൾ കാണും. അപ്പോൾ ഇങ്ങനെ കോടിക്കണക്കിന് രൂപ വരുമാനം ഉണ്ടാക്കുന്ന ഒരു ആൾക്കാരുടെ കൂട്ടം, ആ കൂട്ടത്തിൽ സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള ചില ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അത് താഴ്ന്ന വരുമാനമുള്ള സഹനടന്മാരും സഹനടിമാർക്ക് പോലും ഇല്ല, ഏറ്റവും താഴ്ന്ന നിലയിലുള്ള പ്രവർത്തിക്കുന്ന ചിലർക്കൊക്കെ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. ആ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ യഥാർത്ഥത്തിൽ ഈ കോടിക്കണക്കിന് രൂപ വരുമാനം ഉണ്ടാക്കുന്ന ഇവരുടെ വരുമാനമോ, അല്ലെങ്കിൽ ഇവരൊക്കെ ഒരു ദിവസത്തെ വരുമാനം മാറ്റിവെച്ചാൽ മതി. ഈ പറയപ്പെടുന്ന മോഹൻലാലും മമ്മൂട്ടിയും ജയറാമും അതുപോലെ തന്നെ സുരേഷ് ഗോപി പ്രത്യേകം തന്നെ ചാരിറ്റി ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ളവരെല്ലാം ഒരു ദിവസത്തെ അവരവരുടെ വരുമാനം മാറ്റിവെച്ചാൽ ഈ പരിപാടികൾ നടത്താമെന്നിരിക്കെ പുറത്തുനിന്നും സ്പോൺസർഷിപ്പും പുറത്തുനിന്നും പിരിവും വാങ്ങി, അത് ബൈലോയ്ക്ക് പോലും എതിരാണെന്നാണ് ഇപ്പോൾ അൻസിബ പറയുന്നത്. പുറത്തുനിന്നും സ്പോൺസർഷിപ്പും പിരിവും വാങ്ങുന്നതിൻ്റെ സാങ്കേതികത്വം തന്നെ ആദ്യം ചോദ്യം ചെയ്യപ്പെടണം. 2, ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ഈ ക്ഷേത്രത്തിൽ അടുത്ത കാലത്തായി ദല്ലാൽ നന്ദകുമാർ അവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ദല്ലാൽ നന്ദകുമാർ എറണാകുളത്തുകാരനാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ മനസ്സിലാക്കുന്ന കണ്ണൂരോ തലശ്ശേരിയോ എവിടെയാണ് എന്നാണ്. ഇന്ന് കോടിയേരി ദല്ലാലിൻ്റെ അമ്മയെ കാണാൻ പോയ സമയത്തൊക്കെ അവിടെ എവിടെയായിരുന്നു ഇയാളുടെ വീടെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും വെണ്ണല മഹാദേവ ക്ഷേത്രത്തിൽ ഇപ്പോൾ ദല്ലാൽ നന്ദകുമാർ ഏറ്റെടുത്തിട്ടുണ്ട്. എൻ്റെ സെക്രട്ടറി സ്ഥാനമോ എന്തോ ഒരു സ്ഥാനമുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അങ്ങനെയുള്ള ആ ക്ഷേത്രത്തിൽ ഈ ദല്ലാൽ നന്ദകുമാറാണ് ഇതിന് ചുക്കാൻ പിടിച്ചത് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നവർ. അങ്ങനെയെങ്കിൽ ഇതിൽ ദല്ലാൽ നന്ദകുമാറിൻ്റെ ലാഭം എന്താ? ദല്ലാൽ ഇതിൽ എങ്ങനെ ഇടപെട്ടു? എന്തിനാണ് താരസംഘടനയായി അമ്മയ്ക്ക് 75 ലക്ഷം കൊടുത്തതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടി വരും. സാധാരണഗതിയിൽ നമുക്കറിയാം, ക്ഷേത്രത്തിൽ വരുന്ന വരുമാനം
ഏത് ക്ഷേത്രത്തിലും വരുന്ന വരുമാനം ആ ക്ഷേത്രത്തിലെ പണമുള്ളവനും ഇല്ലാത്തവനും ചേർന്ന് കൊടുക്കുന്ന, വിശ്വാസികളായ പണമുള്ളവനും ഇല്ലാത്തവനും കൊടുക്കുന്നുണ്ട്. അതായത് ഇപ്പൊ ഞാൻ തീരെ പാവങ്ങളാണെങ്കിൽ 1 രൂപ അവരുടെ കാണിക്ക വഞ്ചിയിൽ ഇടുന്ന തരത്തിൽ പോലും കാണിക്കപ്പെട്ടിൽ വീഴുന്നുണ്ട്. അപ്പോൾ ഈ സാധാരണക്കാരനും പണക്കാരനായ വിശ്വാസിയും സാധാരണക്കാരനായ വിശ്വാസിയും ഈ പണം നൽകുന്ന ക്ഷേത്രത്തിന്റെ കാര്യങ്ങൾ നോക്കാനും ക്ഷേത്രത്തിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾക്കും ക്ഷേത്രത്തിൽ അവർ കാണിക്കുകയുമാണ് ഇത് ക്ഷേത്ര കാര്യങ്ങൾക്കാണ്. എനിക്കൊന്നും അതിനുമല്ല, ക്ഷേത്രത്തിലെ ആ ഇവിടെ പ്രതിഷ്ഠ എന്താണോ ആ പ്രതിഷ്ഠയ്ക്ക് ദൈവത്തിന് കൊടുക്കുന്ന പണമായിട്ട് ചടങ്ങുകൾ ദൈവത്തിന് കൊടുക്കുന്ന, അല്ലാതെ ദൈനംദിന ചടങ്ങുകൾ ഒരു 100 രൂപ എടുത്തിട്ട് ക്ഷേത്ര സെക്രട്ടറിയുടെ അങ്ങനെയല്ല, ഭാരവാഹികൾക്കല്ല. ഇത് ക്ഷേത്രത്തിലെ ക്ഷേത്രങ്ങളിലെ പരിപാടി നടത്താൻ, ക്ഷേത്രത്തിലെ നിത്യനിദാന പൂജ നടത്താൻ അത് തടസ്സപ്പെടാതിരിക്കാനാണ് ഈ പണം സാധാരണക്കാരായ ജനങ്ങളോട് നൽകുന്നത്. തങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ 1% കടം വാങ്ങിച്ചു പോലും വഴിപാട് കഴിക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. ചിലപ്പോൾ നമ്മുടെ കയ്യിൽ കാശില്ലാതെ, അത് വിശ്വാസമാണ്. കടം വാങ്ങിച്ച് വഴിപാട് കഴിച്ചിട്ടുള്ള ആൾക്കാരെ എനിക്കറിയാം. അങ്ങനെ പോലും ചെയ്യുന്ന ഈ പണം എടുത്ത് ഇത്രയും വലിയ ആർട്ടിസ്റ്റുകളുള്ള താരസംഘടനയ്ക്ക് 75 ലക്ഷം രൂപ കൊടുക്കാൻ ഈ ക്ഷേത്രത്തിന് എങ്ങനെ സാധിച്ചു എന്നുള്ളത് ചോദ്യം ചെയ്യപ്പെടേണ്ടതല്ലേ? ഇപ്പോൾ ഇടക്കാലത്തൊരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു. ഇടക്കാലത്ത് ചിലരൊക്കെ പറഞ്ഞത് ക്ഷേത്രങ്ങളിൽ പണം നൽകരുത്, ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളിൽ പണം നൽകരുത് എന്ന് പറഞ്ഞ് ഒരു ക്യാമ്പയിൻ ഇടയ്ക്ക് സ്റ്റാർട്ട് ചെയ്തിരുന്നു. യഥാർത്ഥത്തിൽ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളിൽ പണം നൽകരുതെന്ന് പണം മാത്രമല്ല അവിടെ കിട്ടും. നമുക്ക് ശബരിമല കൊള്ളയടിച്ച് നമുക്ക് അറിയാമല്ലോ, നാട്ടിലുള്ള എല്ലാ ക്ഷേത്രങ്ങളും കൊള്ളയടിപ്പിക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അമ്മ പോലുള്ള ഒരു സാംസ്കാരിക സംഘടന എന്ന് അവകാശപ്പെടുന്ന ആ സാംസ്കാരിക സംഘടനയിൽ ഒരുപക്ഷെ ഒരു മതസ്ഥാപനത്തിന്റെ പണം വാങ്ങരുത് എന്ന് പറഞ്ഞതാവാം ഒരുപക്ഷെ അൻസിബയെ അത്തരത്തിൽ നാളെ ഓരോ ജിഹാദി എന്ന് വിളിക്കാനുള്ള കാരണം. എന്ന് ജിഹാദി എന്ന് വിളിച്ചു എന്ന് പറയുമ്പോൾ ഇപ്പോൾ കാര്യങ്ങൾ ഏതാണ്ട് വ്യക്തമായി വരുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ ദല്ലാൽ നന്ദകുമാറിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഈ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് ലക്ഷ്മിപ്രിയയും അൻസിബയും തമ്മിലൊരു തർക്കം നടന്നു എന്ന് പറയും. അൻസിബ പറയുന്ന ഒരു ഫോട്ടോ, ഗൾഫിൽ പോയപ്പോൾ ഒരു ഫോട്ടോ എടുത്തു, അത് എൻ്റെ സുഹൃത്ത് കണ്ടു എന്ന് പറഞ്ഞതാണ് പ്രശ്നങ്ങളുടെ തുടക്കം എന്ന് പറയുന്നു. അത് ദ്വയാർത്ഥത്തിൽ ഭർത്താവ് എടുത്തു, ഭർത്താവ് തന്നെ ആക്രമിച്ചു, ഭർത്താവ് തന്നെ അടിച്ചതുകൊണ്ട് അൻസിബ അത് ക്ലിയർ ചെയ്യണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അൻസിബയെ ലക്ഷ്മിപ്രിയ വിളിക്കുന്നു. ലക്ഷ്മിപ്രിയ അത് പോലീസ് കംപ്ലൈൻ്റ് ആവുന്നു. അതിനുശേഷം അൻസിബയെ പോലീസ് ഹരാസ് ചെയ്തു. ഇങ്ങനെയുള്ള പരാതികളാണ് വരുന്നത്. ഈ പരാതികളെക്കുറിച്ച് പറയാനായി ശ്വേതാ മേനോനെ വിളിച്ചപ്പോൾ ശ്വേതാ മേനോൻ പരാതികളുടെ കൂട്ടത്തിൽ പറഞ്ഞു ഇതിന് അമ്മയ്ക്കൊന്നും ചെയ്യാനില്ല. ഒപ്പം ഈ ക്ഷേത്രം ഞാൻ ചോദിച്ചതുകൊണ്ട് 75 ലക്ഷമേ ചോദിച്ചുള്ളൂ, അതുകൊണ്ടാണ് 75 ലക്ഷം തന്ന 2 കോടി ചോദിച്ചിരുന്നെങ്കിൽ 2 കോടി തരുമായിരുന്നു എന്നാണ്. എന്തിനാണ്? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഈ ഒരു ക്ഷേത്രം എന്തിനു പണം സാധാരണഗതിയിൽ തിരിച്ചാണ്. സാംസ്കാരിക പരിപാടികൾക്ക് ക്ഷേത്രങ്ങളിൽ സാംസ്കാരിക പരിപാടികൾ നടത്തുമ്പോൾ ഇവരെ വിളിച്ച് വരുത്തി ഇവിടെ ചിലപ്പോൾ ചിലർ സ്പോൺസർഷിപ്പിലാണ്. ഇപ്പോൾ നമുക്കറിയാം പല ഈ ഇവിടെ അടുത്ത് തൊഴുവങ്കോട് ദേവീക്ഷേത്രമുണ്ട്. തൊഴുവങ്കോട് ദേവീക്ഷേത്രത്തിലൊക്കെ എല്ലാവരും സ്പോൺസർഷിപ്പിൽ പ്രോഗ്രാം നടത്തുന്നതാണ്. ഉത്സവത്തിന് വേറെ പിരിവുകളൊന്നുമില്ല, ആരോടും പിരിക്കില്ല. അപ്പോൾ പക്ഷേ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ആർട്ടിസ്റ്റുകൾ അങ്ങോട്ട് പോയി ആർട്ടിസ്റ്റുകളുടെ സ്പോൺസർഷിപ്പിൽ പരിപാടി നടത്തുകയാണ്. സാധാരണഗതിയിൽ അങ്ങനെയാണല്ലോ. ചിലപ്പോൾ സ്പോൺസർഷിപ്പ് ആവും, ചിലപ്പോൾ ചില ആർട്ടിസ്റ്റുകളെ വിളിച്ച് വരുത്തി ഡാൻസിനോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ചെറിയ എന്നാലും വലിയ എമൗണ്ടിലൊന്നും വലിയ തുകയൊന്നും പറഞ്ഞിട്ടല്ല ഈ ക്ഷേത്രങ്ങളിലൊന്നും ഇവർ പ്രോഗ്രാം അവതരിപ്പിക്കുന്നത്. അങ്ങനെയുള്ളിടത്ത് ഈ അമ്മയ്ക്ക് 75 ലക്ഷം രൂപ കൊടുത്തത് ഒരു വിധത്തിലും ന്യായീകരിക്കാൻ അതാണ്. അത് എനിക്ക് മനസ്സിലാവുന്നില്ല. തീർച്ചയായിട്ടും ജനത്തിന് അറിയാനുള്ള അവകാശമുണ്ട്. പ്രത്യേകിച്ച് ഒരു ക്ഷേത്രം വിശ്വാസികളുടേതാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വെണ്ണലയിലെ വിശ്വാസികളോട് അത് വിശദീകരിക്കാനുള്ള ബാധ്യത ക്ഷേത്രത്തിനുണ്ട് എന്ന് വ്യക്തവും കൃത്യമായി പറയുന്നു. ഇനി അടുത്തത് ഇതുമായി ഞാൻ ചോദിക്കട്ടെ, ഒരു അമ്മ, നമുക്കറിയാം അമ്മ എന്ന് പറയുന്ന സംഘടനയിൽ ആർട്ടിസ്റ്റുകളുണ്ട്. അതിൽ മരുന്നിനുള്ളതും നിത്യനിദാന ചെലവിനും ഇല്ലാത്തതായ ആൾക്കാരുണ്ടെന്ന് പറയുന്നു. അത് ഈ സപ്പോർട്ടിംഗ് സ്റ്റാഫുകളും കൂട്ടത്തിൽ അഭിനയിക്കുന്നവരും ഒക്കെ അങ്ങനെയുള്ള ഒരു ആർട്ടിസ്റ്റുകളായിട്ട് അമ്മയിലുള്ളവരുണ്ടാവും. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ അമ്മയിൽ തന്നെ മെമ്പർഷിപ്പിന് ഒരു ക്രൈറ്റീരിയ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പണത്തിൻ്റെ ഒരു ക്രൈറ്റീരിയ ഉണ്ട്. ഇത്ര സിനിമയിൽ അഭിനയിക്കുകയും വരുമാനത്തിൻ്റെ ഒരു ക്രൈറ്റീരിയ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ എന്തായാലും ഇങ്ങനെ അവരെ സഹായിക്കണമെങ്കിൽ ഈ പണമുള്ള അവിടുത്തെ ആർട്ടിസ്റ്റുകൾക്കാവാം ഒന്നുകിൽ. ഇനി അവരുടെ പണം എടുക്കണ്ട, പകരം ഒരു ദിവസത്തെ വരുമാനം കൊടുക്കും. ഒരു ദിവസത്തെ വരുമാനം കൊടുത്താൽ ദിവസത്തെ എടുത്തില്ലെങ്കിലും അവരുടെ ഒരു ഷോയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷോയുടെ വരുമാനം കൊടുക്കാം. ഇനി അതും വേണ്ട, എല്ലാവരും ചേർന്ന് പരിപാടി നടത്തിക്കോ. ഇപ്പൊ 2020 എന്തിനാണ് സിനിമ 2020 എന്ന സിനിമ നിർമ്മിച്ച ദിലീപ് എന്തിനാണ് എല്ലാവരും ചേർന്നു എന്ന് പറഞ്ഞില്ലേ? അതാണ് നടക്കാത്തത്. അല്ല ദിലീപ്, അതുകൊണ്ടാണല്ലോ ദിലീപിനെ ഇല്ലാതാക്കാൻ ശ്രമം നടന്നത്. ദിലീപ് ഈ സിനിമ 2020യുടെ 1 രൂപ പോലും 2020 സിനിമ നിർമ്മിച്ച ശേഷം 1 രൂപ പോലും വാങ്ങാതെ മുഴുവൻ പണവും അമ്മയ്ക്ക് കൊടുത്ത ഒരാളാണ് ദിലീപ്. അതിനുശേഷമാണ് ദിലീപിന് പ്രശ്നങ്ങൾ ഉണ്ടായതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം എല്ലാ മേഖലയും എല്ലാ സിനിമാക്കാരെയും ഒരുമിപ്പിച്ച് കൊണ്ടുപോകാൻ ദിലീപിന് സാധിക്കുമെന്ന് ഇടത്തു നിന്നാണ് ദിലീപിനെതിരെ ശത്രുക്കൾ തിരിയുന്നതും അവിടെ നിന്നാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ബോധ്യമാകേണ്ട ഒരു കാര്യം,
ഇത്രയും പണം വാങ്ങിക്കുന്ന ഈ നടീനടന്മാർ അവരുടെ പണത്തിന്റെ 1% കൊടുത്ത് ആ സംഘടനയെ, അമ്മ എന്ന് പറയുന്ന സംഘടനയെ നിലനിർത്തേണ്ടതിന് പകരം പാവം പിടിച്ചവന്റെ മുന്നിലേക്ക് നിങ്ങളുടെ പിച്ചപാത്രം കൊണ്ട്, കോടീശ്വരന്റെ പിച്ചപാത്രവും കൊണ്ട് പാവം പിടിച്ചവന്റെ മുമ്പിലേക്ക് കയ്യും നീട്ടി ചെല്ലരുത് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അതാണ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് എനിക്ക് തോന്നുന്നു ഇവർക്കെല്ലാം ഈ ഇരക്കാനുള്ള യോഗം ഉണ്ടെന്ന് തോന്നുന്നു എല്ലാവർക്കും. അതെ, അതുകൊണ്ടാണല്ലോ ഈ ക്ഷേത്രങ്ങളിൽ പോയി സത്യത്തിൽ ഭയങ്കരമായി, ഞാനീ പറയുന്ന ഈ വാക്കുകളൊക്കെ വളരെ മോശപ്പെട്ട വാക്കുകളാണെന്ന് എനിക്കറിയാം. പക്ഷെ ഇത് കോടീശ്വരന്മാരായ ഈ പറയപ്പെടുന്ന സിനിമാ താരങ്ങൾക്ക് എത്ര കോടികൾ ഇവരുടെയൊക്കെ വരുമാനം, അത്രയും കോടികളുള്ളവർക്ക് 1 കോടി രൂപ അമ്മയ്ക്കും കൊടുത്താൽ പോരെ? തീർച്ചയായിട്ടും 1000 കോടിയുള്ളവൻ 1 കോടി കൊടുക്കുന്നേ. നിങ്ങൾക്ക് ഇത്രയും വലിയ സംഘടനാ ബോധവും ഇത്രയും പാവങ്ങളെ സഹായിക്കാനുള്ള ഒരു ആർജവും ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഫിക്സഡ് എമൗണ്ട് ആയി ഓരോ കോടി രൂപ നിങ്ങൾ 10 പേര് കൊടുത്താൽ 10 കോടി രൂപയാവില്ലേ? ഈ റിയൽ എസ്റ്റേറ്റ് കച്ചവടമാണല്ലോ സിനിമാ മേഖലയിൽ. റിയൽ എസ്റ്റേറ്റ്, കള്ളപ്പണം, അത് തന്നെ പ്രധാന വിഷയങ്ങൾ സജീവമായിരിക്കുന്ന സുപ്രധാനമായ ഒരു വിഷയത്തിലും റിയൽ എസ്റ്റേറ്റ് തർക്കം പറയുന്നുണ്ട്. അപ്പൊ ഈ ഏതെങ്കിലും ഒരു കള്ളപ്പണം, റിയൽ എസ്റ്റേറ്റ്, ഇത് കഞ്ചാവ്, മയക്കുമരുന്ന്, എല്ലാ കച്ചവടം അവിടെ നടക്കുന്നുണ്ട്. എന്നിട്ട് പാവങ്ങളെയും ക്ഷേത്രവിശ്വാസികളെയും എന്തിനാണ് പറ്റിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നതെന്ന ചോദ്യമാണ് എനിക്ക് പ്രധാനമായി ഉന്നയിക്കാനുള്ളത്. അതുപോലെ ക്ഷേത്രങ്ങളിലെ പണം വിശ്വാസികൾ കണക്കില്ലാതെ വിശ്വാസികൾ കാണിക്കപ്പെട്ടിൽ അർപ്പിക്കുന്നതാണ്, അല്ലെങ്കിൽ സംഭാവനയെ കൊണ്ടു കൊടുക്കുന്നതാണ്. അതേപോലെ തന്നെയാണ് ഈ താരങ്ങൾ കിട്ടുന്ന പ്രതിഫലം. അവരെങ്ങനെയാണ് സമ്പന്നരായത്? ജനം, നമ്മൾ കൊടുക്കുന്ന പണമാണ്. ജനം കണ്ടില്ല, ഒരു സിനിമ കാണാൻ തീരുമാനിച്ചാൽ തീർന്നു. അങ്ങനെ എത്രയോ ചിത്രങ്ങൾ തകർന്നടിച്ച് നല്ല ജനം കാണണ്ട, അല്ല സൂപ്പർ സ്റ്റാറിന്റെ അടക്കമുള്ള ചിത്രങ്ങൾ ജനം കാണില്ല എന്നൊരു സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ വന്നാൽ ആ പടം തീർന്നു. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറയാം. കാരണം ഒരുപാട് പ്രവർത്തകരുടെ അധ്വാനമാണ്. ഒരു ചെറിയ വരുമാനമല്ല ഈ നടന്മാർക്ക്. പൃഥ്വിരാജ് അടക്കമുള്ളവർക്ക്, പൃഥ്വിരാജിന്റെ ഒക്കെ കോടികളുടെ ആസ്തിയുള്ള ആൾക്കാരാണ് പൃഥ്വിരാജ്, അതുപോലെ മമ്മൂട്ടി, മോഹൻലാലിന്റെ മമ്മൂട്ടിയുടെ മകൻ, അങ്ങനെ എല്ലാവർക്കും കോടികളുടെ വരുമാനമുണ്ട്. ഈ മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന നടന്മാർ തന്നെ 1 കോടി രൂപ വെച്ച് കൊടുത്താൽ തീരാനുള്ള പ്രശ്നമേ അമ്മയിലുള്ളൂ. തീർച്ചയായിട്ടും ഒരു 50 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യുക, അതിന്റെ പലിശ എടുത്ത് ഓരോ വർഷവും കൊടുക്കുക എന്ന് തീരുമാനിച്ചാൽ തന്നെ പെൻഷൻ കൊടുക്കാനും അവർക്കുള്ള കാശാകുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇത് അതല്ല ചെയ്യുന്നത്. പാവം പിടിച്ചവന്റെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വരുന്ന സമീപനമാണ് അമ്മയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടായിരുന്നത്. ഈ പ്രഖ്യാപനങ്ങളും മറ്റേ എല്ലാം നടത്തിയത്, അമ്മ കൈ നീട്ടം പറഞ്ഞിട്ട്. പക്ഷേ ഇതിനുള്ള ഫണ്ട് മൊബിലൈസ് ചെയ്യാനുള്ള ആൾക്കാരുണ്ടാവും. കേരളത്തിലെ സർക്കാരിന് പെൻഷൻ കൊടുക്കുന്നവരെ ബുദ്ധിമുട്ടുണ്ടോ? അമ്മയിലെ ആർട്ടിസ്റ്റുകൾക്ക് പെൻഷൻ കൊടുക്കാൻ എത്ര പേരുണ്ടാവും? മാക്സിമം ഒരു 100 പേര് അല്ലെ 200 പേര്, അതിൽ കൂടുതൽ ആർട്ടിസ്റ്റുകൾ എനിക്ക് തോന്നുന്നില്ല. അല്ലെ പോട്ടെ 1000 പേര്. അല്ലെങ്കിൽ ഇവരെ റിസ്ക് എടുക്കണ്ട. സംസ്ഥാന സർക്കാരിന്റെ സാംസ്കാരിക വകുപ്പിന്റെ കീഴിൽ ഇപ്പൊ പുതിയ മന്ത്രിസഭ വന്നിട്ടുണ്ട്. സാംസ്കാരിക വകുപ്പിന്റെ കീഴിൽ ഒരു പെൻഷൻ പദ്ധതി തുടങ്ങി സർക്കാരിന് ഈ പൈസ, ഈ താരങ്ങൾ എന്തെങ്കിലും ഒരു ഫണ്ട് മൊബിലൈസ് ചെയ്ത് ഒരു നിശ്ചിത തുക കൊടുക്കുക. അമ്മ ബുദ്ധിമുട്ടുണ്ടോ? സർക്കാർ പെൻഷൻ കൊടുത്തോളൂ. അതാ പറഞ്ഞു. ഇത് ഇങ്ങനെ എന്തെല്ലാം മാർഗങ്ങൾ നിലനിൽക്കുമ്പോൾ പെൻഷൻ കൊടുക്കാനും പരിപാടി നടത്താനുമാണെന്നും പറഞ്ഞ് എല്ലാ പ്രാവശ്യവും ഇങ്ങനെ പിരിവും നടത്തി ഈ മറ്റ് കമ്പനികൾക്ക്, സിനിമാ താരങ്ങൾക്ക് വളരെ എളുപ്പം കിട്ടും. കാരണം സിനിമാക്കാരോടൊന്നും മിണ്ടാനും സംസാരിക്കാനും അവരുമായി ബന്ധം സ്ഥാപിക്കാനും ഒക്കെ എല്ലാവർക്കും വലിയ താല്പര്യം ഉണ്ടാവും. അപ്പൊ ഏത് സ്ഥാപനത്തിൽ ചെന്ന് ഏതെങ്കിലും സിനിമാക്കാരുടെ സംഘടനയ്ക്കാന്ന് പറഞ്ഞാൽ അവിടെ ഒരു സ്പോൺസർഷിപ്പ് കിട്ടുമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കിട്ടും. പലപ്പോഴും അങ്ങനെയാണ്. അപ്പൊ അതിനുവേണ്ടിയാണ്, സിനിമാക്കാരുമായി ഒരു ബന്ധമുണ്ടാക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള സ്പോൺസർഷിപ്പുകൾ നൽകുന്നത്. ഇവിടെ ക്ഷേത്രത്തിന്റെ പ്രശ്നം എന്താണെന്ന് എനിക്ക് ഇപ്പോഴും പിടികിട്ടിയിട്ടില്ല. ക്ഷേത്രം എന്തിനാണ്? അവിടെ അതിന് മറുപടി പറയാൻ വെണ്ണല മഹാദേവ ക്ഷേത്രം ബാധ്യസ്ഥരാണ്, ഒരു സംശയം വേണ്ട. കാരണം എന്തിനാണ് ക്ഷേത്രം പാവങ്ങളുടെ പണം എടുത്ത് സിനിമാക്കാർക്ക് കൂത്താടാൻ കൊടുത്തത് എന്ന ചോദ്യമാണ് സ്വാഭാവികമായും ചോദിക്കാനുള്ളത്. അതിനുള്ള മറുപടി ക്ഷേത്രം ഭാരവാഹികളിൽ നിന്ന് കിട്ടിയ കമ്മിറ്റി തീരുമാനിച്ചാണോ, നാട്ടുകാരുടെ തീരുമാനമാണോ, അതോ ഇനി സ്വന്തമായി ദല്ലാൽ നന്ദകുമാർ സ്വന്തമായി കൊടുത്തതാണോ? ദല്ലാൽ നന്ദകുമാർ സ്വന്തമായി കൊടുത്താണോ? കാരണം ദല്ലാൽ നന്ദകുമാറിന് പല ഇടപാടുകളുമുണ്ട്. അപ്പം ദല്ലാൽ നന്ദകുമാർ പല ഇടപാടുകൾ അടുത്ത കാലത്തേക്ക് കേരളത്തിലാണ്. ഡൽഹി വിട്ടൊക്കെ ഇങ്ങ് പോകുന്നു. ഡൽഹിയിൽ ഇടപാടുകളൊന്നും നടക്കില്ല. കോൺഗ്രസ് സർക്കാരിന്റെ കാലത്ത് നടന്ന പോലുള്ള ഇടപാടുകൾ ഡൽഹിയിൽ നടക്കാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു കേരളത്തിൽ തമ്പടിച്ചിരിക്കുന്നത്. കഴിഞ്ഞ കുറെ കാലമായി കേരളത്തിലുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ദല്ലാൽ നന്ദകുമാറിന്റെ ഇതിന്റെ ഇടപെടൽ അടക്കമുള്ളവ സംശയാസ്പദമാണ്. ഈ ക്ഷേത്രം ഭാരവാഹികളുടെ ഇടപെടൽ സംശയാസ്പദമാണ്. ആ ക്ഷേത്രത്തിലെ വിശ്വാസികളോട് എന്തിന് നിങ്ങൾ ഈ പണം ഇങ്ങനെ താരസംഘടനയ്ക്ക് നൽകി എന്നതിനെ സംബന്ധിച്ച് വ്യക്തവും കൃത്യമായ മറുപടി ക്ഷേത്രം ഭാരവാഹികളുടെ ഭാഗത്തുനിന്നുണ്ടാകണം.